ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഫ്രീ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ക്ലാസ്സിൽ 3 സ്റ്റിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. 3 സ്റ്റിച്ചാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ബോർഡിലാണ് ചെയ്യുന്നത്. അതിൽ 2 സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഞാനിവിടെ എന്താ പറയാ മോട്ടിഫ് വരച്ചെടുത്തിട്ടുണ്ട്. പിക്ചർ വരച്ചിട്ട് റിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരക്കാം കേട്ടോ. അപ്പൊ അതിൽ 2 സ്റ്റിച്ച് നമുക്ക് സ്റ്റിച്ച് ബോർഡിൽ ചെയ്യണം. പിന്നെ ഒരു സ്റ്റിച്ച് നമ്മൾ ഇതിൽ തന്നെ മോട്ടിഫിൽ തന്നെയാണ് ചെയ്ത് കാണിക്കുക, മൂന്നാമത്തെ സ്റ്റിച്ച്. അപ്പൊ ഞാൻ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ 3 സ്റ്റിച്ചാണ് മൂന്ന് സ്റ്റിച്ചാണ് ഇപ്പൊ നമ്മൾ ഇതിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിലിപ്പോ ഫസ്റ്റ് സ്റ്റിച്ച് പേൾ സ്റ്റിച്ചാണ്. പേൾ സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോണത്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ത്രെഡ് 2 ലെയർ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഈ ഒരു പേൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ സാധാ സൂചി നൂല് ചെയ്യുന്ന പോലെ കുറച്ച് കട്ടിയിൽ വേണം ഈ ഒരു സ്റ്റിച്ച് ചെയ്യുവാന്. നമുക്ക് ത്രെഡ് കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡ് 2 ലെയർ ആക്കിയിട്ട് കണ്ടോ, ഇവിടെ ഈ രണ്ടും കൂടിയിട്ടാണ് കെട്ടിട്ട് കൊടുക്കുന്നത്. ഓക്കെ, രണ്ടും കൂടിയിട്ടാണ് ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഈ ഒരു പേൾ സ്റ്റിച്ച് നമ്മൾ ചെയ്യുക. അതാണ് 2 ലെയർ ആക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനിന്റെ ഞാൻ ഇവിടെ ലൈന് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലൈനിന്റെ ഫസ്റ്റില് സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് ചെരിച്ചിട്ട് ഇവിടേക്ക് കൊടുക്കുക. ചെരിച്ചിട്ട് നല്ലോണം ചെരിക്കരുത്, ചെറുതായിട്ട് നമ്മള് ഈ ഒരു സ്റ്റിച്ച് ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അടിയിലേക്കായിട്ട് ചെറുതായിട്ട് ഇതുപോലെ താത്തി കൊടുക്കുക. ഓക്കെ, അത് താത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് എടുത്തിട്ടില്ലേ ഇവിടെ ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിന്റെ നേരെ നമ്മൾ ഈ വരച്ച വരമക്കാണ് നമ്മൾ ഇനി അടുത്തത് അടിയിൽ നിന്ന് കുത്തി കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ എടുത്തതിന്റെ നേരെ മുകളിലേക്ക് നമ്മൾ ആ വരച്ച വരമക്ക് നമ്മൾ എടുക്കുക. അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ചെയ്ത ഈ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക്. ഓക്കെ, ഇതാണ് പേൾ സ്റ്റിച്ച്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കുത്തുമ്പോൾ നമുക്കിത് വിട്ടിട്ട് വേണമെങ്കിൽ കുത്താം. അതായത് പിന്നെ കുറച്ച് അകലം, കുറച്ച് ഗ്യാപ്പായിട്ടും കുത്തിയെടുക്കാം. ഫസ്റ്റ് ഞാൻ അടുപ്പിച്ചിട്ട് കുത്തി കാണിച്ചു തരാം. ഇപ്പൊ ഫസ്റ്റ് പേൾ സ്റ്റിച്ച് ആയി. ഇനി നമ്മൾ അടുത്തത് കുത്തുന്നത് ഈ ഒരു സൈഡിലേക്കാണ്. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ ഫസ്റ്റ്, അതിന്റെ പോലെ തന്നെ കുറച്ച് വിട്ടിട്ട് ഇത്ര ഗ്യാപ്പ് വിടണുള്ളൂ. എന്നിട്ട് ഒരു സൈഡിലേക്കാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. ഓക്കെ, സൈഡിലേക്ക് കുത്തിയെടുത്തു. ഇനി ഇതിന്റെ നേരെ മുകളിൽ ഈ ഒരു വരമ്മ, ഇതിന്റെ ഈ ഒരു കുത്തിയന്റെ നേരെ മുകളിലേക്കാണ് നമ്മൾ ഇനി അടിയിൽ നിന്ന് കുത്തി എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ത്രെഡ് ഇതുപോലെ ഇങ്ങോട്ട് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്ത ആ ഒരു സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു നീഡിൽ എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പേൾ സ്റ്റിച്ച്. പിന്നെ ഇനി നമ്മൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ സൈഡിലേക്കാണ് ഇതുപോലെ സൈഡിലേക്ക് കുറച്ച് കുത്തി കൊടുക്കുക. കുറച്ച് ഗ്യാപ്പാണ് നമ്മൾ വിടുന്നത് കേട്ടോ, നല്ലോണം ഗ്യാപ്പ് വിടുന്നില്ല. കുറച്ച് കണ്ട ഈ ഒരു ഗ്യാപ്പ് തന്നെ ഇവിടെയും വിടുക. എന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് കുത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്റ്റിച്ചിന്റെ നേരെ മുകളിലത്തെ ആ ലൈനുമലാണ് നമ്മൾ കുത്തിയെടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ചെയ്ത സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുക്കുക. ഓക്കെ, ഇതാണ് പേൾ സ്റ്റിച്ച്. ഇങ്ങനെയാണ് പേൾ സ്റ്റിച്ച് വരിക. ഇനി ഞാൻ 3 എണ്ണം ഇപ്പൊ ഞാൻ അടുപ്പിച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ കുത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക നോക്കാം കേട്ടോ. കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കുത്തി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനേക്കാളും കുറച്ച് വിട്ടിട്ടാണ് ഞാൻ ഇവിടെ കുത്തി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് വരിക.
വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്, വിട്ടിട്ടാണ് കുത്തി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് വരിക, നമ്മള് ഇപ്പൊ നമ്മളൊരു ഷുഗർ ബീഡൊക്കെ ഇപ്പൊ കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടയിൽ ഒരു ഷുഗർ ബീഡ് കൊടുത്തിട്ട് അങ്ങനെ ആയിട്ടാണ് നമുക്ക് തോന്നുക. ഓക്കെ, ഇതുപോലെ വിട്ടിട്ടാണ്. അപ്പൊ ഈ ഒരു ഇടയിൽ വരുന്ന ഈ ഒരു ബോൾ ഇപ്പൊ ഒരു സ്റ്റോൺ നമ്മുടെ ബീഡ് പോലെ ഇടയിൽ വരുന്നത് കുറച്ച് വിട്ടിട്ടായിരിക്കും വരിക നമ്മള് വിട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇതിന് കുറച്ച് കട്ടിയുള്ള ത്രെഡ് തന്നെ വേണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2 ലെയർ ആക്കിയിട്ട് തന്നെ ചെയ്യണത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ 2 ലെയർ ആക്കി തന്നെ ചെയ്യണേ, എന്നാലാണ് ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് തിക്കായിട്ട് ചെയ്യണ വർക്കാണ് ഈ പേൾ ബീഡ് എന്ന് പറയുന്നത്, കുറച്ച് തിക്കായിട്ട് ചെയ്യണ വർക്കാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് വരിക. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പൊ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിലും വിട്ട് ചെയ്യുകയാണെങ്കിലും 2 രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങളെ പിക്ചറിന് ആവശ്യം, നിങ്ങളെ പിക്ചറിന് വിട്ടിട്ട് ചെയ്യണതാണോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം അടുപ്പിച്ചിട്ടാണ് ചെയ്യണത് പെർഫെക്റ്റ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് പേൾ ബീഡ് വരിക കേട്ടോ. ഓക്കെ, നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ലൈന് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം.